കുഴപ്പമില്ല എന്ന ഒരു വാക്ക് നമ്മുടെ സമുദായത്തിൽ എന്ന് മുതൽ ഉണ്ടായോ അന്ന് മുതലാണ് നമ്മുടെ സമുദായത്തിന്റെ ബലഹീനതകൾ ആരംഭിച്ചത്. ചിന്തകൾ പലപ്പോഴും നമ്മെ സംബന്ധിച്ച് സാരമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. ഇന്നത്തെ കാലഘട്ടം എപ്പോഴും സാരമില്ല. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, വിദേശത്ത് പോയി അല്പം ജോലി ചെയ്യാം, കാശുണ്ടാക്കാം. നമ്മൾ ചിന്തിക്കേണ്ടതല്ല. നമ്മുടെ കുഞ്ഞിന്റെ ആബ്സെൻസ് ഇവിടെ മുതലെടുക്കുന്നവരുണ്ട്. നമ്മൾ മാത്രമല്ല, നമ്മളെ പോലെ പ്രതിസന്ധികൾ നേരിടുന്ന നമ്മുടെ സഹോദരന്മാരെ കാണുവാൻ ചിലപ്പോഴൊക്കെ ചില ആശുപത്രിവാസങ്ങൾ നല്ലതാണ്. ഈ അസംബ്ലിയുടെ ചിന്ത വിശ്വാസം, കുടുംബം, സമുദായം, ഇത് നൽകുന്നതായ വെളിച്ചം എന്ന് പറയുന്നത് ഈ മൂന്ന് ഘടകങ്ങൾ ഇഴയടുപ്പമുള്ളതായ അനുഭവമാണ്. ഇതിൽ ഒന്നിന് തകർച്ചകൾ ഉണ്ടായാൽ ആ തകർച്ചകൾ മൂന്നിനെയും ബാധിക്കും. ഒരു വ്യക്തിയിൽ വിശ്വാസത്തിൽ തടസ്സമുണ്ടായാൽ, തകർച്ചയുണ്ടായാൽ ആ തകർച്ച ആദ്യമേ ബാധിക്കുന്നത് അവന്റെ കുടുംബത്തിനും അതിനുശേഷം അവൻ പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിനുമായിരിക്കും. ചിന്തകൾ പലപ്പോഴും നമ്മെ സംബന്ധിച്ച് സാരമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. ഇന്നത്തെ കാലഘട്ടം എപ്പോഴും സാരമില്ല, ഇറ്റ്സ് ഓക്കെ. നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കുകയാണ്, ഹൗ ഈസ് യുവർ എക്സാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന മറുപടി എന്താണ്? ഒരു കുഞ്ഞു പോലും, A+ നേടിയ കുഞ്ഞുങ്ങൾ പോലും അവർ പറയില്ല നല്ലതായിരുന്നു എന്ന്. പകരം അവരെന്താ പറയുന്നേ? കുഴപ്പമില്ല. കുഴപ്പമില്ല എന്ന ഒരു വാക്ക് നമ്മുടെ സമുദായത്തിൽ എന്ന് മുതൽ ഉണ്ടായോ അന്ന് മുതലാണ് നമ്മുടെ സമുദായത്തിന്റെ ബലഹീനതകൾ ആരംഭിച്ചത്. കർത്താവ് പറയുന്നുണ്ട്, കർത്താവിന്റെ ശ്ലീഹന്മാരെ വിളിക്കുന്നത് വിശുദ്ധന്മാരൊന്നും ആയിരുന്നില്ല. ലേവിയെ വിളിക്കുന്നത് എവിടെ നിന്നാണ്? ചുങ്കസ്ഥലത്ത് നിന്നാണ്. വിശുദ്ധന്മാരായിട്ട് വിശുദ്ധന്മാരെ എല്ലാ കർത്താവ് വിളിച്ചു. പകരമോ അവർ വിശുദ്ധിയിലേക്കാണ് വിളിച്ചത്. ആ വിശുദ്ധിയിലേക്ക് വിളിക്കുമ്പോൾ യഥാർത്ഥമായ സാക്ഷ്യം എന്ന് പറയുന്ന സുവിശേഷമാണ്. ആ സുവിശേഷത്തിന്റെ പ്രതിനിധികളാകണമെങ്കിൽ കർത്താവിന്റെ മുറിവിനെ നമ്മൾ കാണണം. മുറിവിനെ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ സുവിശേഷ വാഹകരായി ജീവിക്കുവാനും അത് പ്രകീർത്തിക്കുവാനും സാധിക്കുകയുള്ളൂ. വിശുദ്ധന്മാരെ അല്ല കർത്താവ് വിളിച്ചു, പകരം വിശുദ്ധിയിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കുടുംബത്തിന്റെ അനുഭവം. പലപ്പോഴും നമ്മുടെ സഭാമക്കൾ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, വിദേശത്ത് പോയി അല്പം ജോലി ചെയ്യാം, കാശുണ്ടാക്കാം. അത് വളരെയധികം സംഘടിതമായി നമ്മുടെ സഭാമക്കളെ ഈ ദേശത്തു നിന്ന് പറിച്ചു നടുവാനുള്ളതായ ഗൂഢശ്രമത്തിന്റെ ഭാഗമാണ്. അത് നൽകുന്നതായ ഒരു പ്രത്യേകമായ ഒരു എക്സൈറ്റ്മെന്റ്, ആ വാക്ക് ഉപയോഗിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എക്സൈറ്റഡ് ആണ്. അവർ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എവിടെ പോകാനാ? ഒന്നെങ്കിൽ യൂറോപ്പിൽ പോകണം, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പോകണം, അമേരിക്കയിൽ പോകണം. ഏതെങ്കിലും കുഞ്ഞിനെ നമ്മൾ പഠിപ്പിച്ച് വളർത്തുന്നുണ്ടോ? ഇന്ന് അഭിമന്യ പിതാവ് പറഞ്ഞു, എത്ര കുട്ടികൾ വന്നാലും അവരെ ഞാൻ പഠിപ്പിക്കും. ഏകദേശം 4 ലക്ഷം രൂപയോളം ചിലവഴിച്ച് പഠിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് അർത്ഥമാക്കുന്നത് വിദേശത്ത് പോയി അവന്റെ കഴിവിനെ നൽകുവാനല്ല, പകരം ഈ ലോകത്ത് നമ്മുടെ നാട്ടിൽ അവന്റെ സമുദായത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനും സമുദായത്തിൽ നിന്നുകൊണ്ട് അവന്റെ
ആർജവത്തെ നൽകുവാനും സാധിക്കുന്ന തരത്തിലാകണം. അപ്രകാരം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ട്. കുടുംബത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാണ്. വിശ്വാസത്തിൽ പഠിപ്പിക്കുമ്പോൾ, വിശ്വാസം തകർച്ചകൾ ഉണ്ടാകുമ്പോൾ എപ്പോഴും സംഭവിക്കുന്നത് കുടുംബത്തിലാണ് ഈ വീഴ്ചകൾ ഉണ്ടാകുന്നത്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട് തീമോത്തിയോസിന്റെ ലേഖനത്തിന്, നിന്റെ അമ്മയുടെയും വല്യമ്മയുടെയും വിശ്വാസം നിന്നിലുണ്ടാകണമെന്ന്. എന്നാൽ നമ്മൾ പഠിപ്പിക്കുന്ന എന്താണ്? നമ്മുടെ വിശ്വാസം എന്താണ്? ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കരകയറ്റി വിദേശത്തേക്ക് അയക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ടതല്ല. നമ്മുടെ കുഞ്ഞിന്റെ ആബ്സെൻസ് ഇവിടെ മുതലെടുക്കുന്നവരുണ്ട്. ആ മുതലെടുക്കുന്നത് പലപ്പോഴും കണ്ടില്ല എന്ന് നടിക്കുന്നത് കൊണ്ടാണ് കുഴപ്പമില്ല എന്ന വാക്കുകൾ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത്. 2000 വർഷത്തെ പാരമ്പര്യം നമ്മൾ പറയും. എന്നാൽ അടുത്ത 50 വർഷം കഴിയുമ്പോൾ നമ്മുടെ സമുദായത്തിൽ എത്ര പേരുണ്ടാകുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് പല കത്തോലിക്ക സഭയിൽ എല്ലാ ദിവസവും കുർബാനയുള്ളതാണ്, അത് കടമാണ്. എന്നാൽ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ഞായറാഴ്ചകളിലാണ് പലപ്പോഴും കുർബാനകൾ നടക്കുന്നത്. ഇപ്പോൾ എനിക്ക് 49 വയസ്സായി. അടുത്ത വർഷം 50 വയസ്സാകും. 50 വയസ്സായ എനിക്ക് അടുത്ത 30 വർഷം കഴിയുമ്പോൾ 80 വയസ്സാകും. എന്നാൽ എന്റെ സഭയിൽ ഇന്ന് 50 വയസ്സുള്ളവർ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവരുണ്ടാകും. അടുത്ത 30 വർഷം കഴിയുമ്പോൾ അവിടെ 50 വയസ്സുള്ളവരുണ്ടാകുന്നുണ്ടോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 80 വയസ്സുള്ളവരുണ്ടാവും, മരിച്ചുപോയില്ല എങ്കിൽ. എന്റെ പ്രായത്തിലുള്ളവർ മരിച്ചുപോയില്ല എങ്കിൽ, ഞാനും മരിച്ചുപോയില്ല എങ്കിൽ അടുത്ത 30 വർഷം കഴിയുമ്പോൾ ഞാൻ വിശുദ്ധ കുർബാന അനുഭവിക്കും. എന്നാൽ എന്റെ പ്രായത്തിലുള്ള 50 വയസ്സുള്ളവർ അന്ന് പരിശുദ്ധ സഭയിൽ വിശുദ്ധ കുർബാനയിലും വിശുദ്ധ ആരാധന സംബന്ധിക്കുവാൻ ഉണ്ടാകുമോ എന്നത് നമ്മൾ ചിന്തിക്കണം. ഈ അസംബ്ലി കൂടുമ്പോൾ ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുവാനുള്ള, അപ്പൊ ഇന്ന് പിതാവ് പറഞ്ഞതുപോലെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കണം. അതല്ല എങ്കിൽ ഈ കൂട്ടിവരവിന് യാതൊരു അർത്ഥവും ഉണ്ടാവുകയില്ല. മൂന്നാമത് നമ്മൾ തിരഞ്ഞെടുത്ത വാക്യം എഴുന്നേറ്റ് പ്രകാശിക്കുക. നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കണമെങ്കിൽ സഹനത്തെ നമ്മുടെ ജീവിതത്തിന്റെ പങ്കാളിയാകുവാൻ സാധിക്കണം. 59-ാമത്തെ അധ്യായം മുഴുവനും, യെശയ്യാ പ്രവചനത്തിന്റെ 59-ാമത്തെ അധ്യായം മുഴുവനും ജനം അനുതപിക്കുന്നതിനെ കുറിച്ചാണ്. ജനത്തെ അനുതപിപ്പിക്കുവാനും ജനത്തെ ബോധവൽക്കരിക്കുവാനും ജനത്തെ കൂട്ടി നിർത്തുവാനും സാധിച്ചെങ്കിൽ മാത്രമേ ആ പ്രകാശത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയുള്ളൂ. അതിനാണ് സാധ്യമാകേണ്ടത്. അതിന് സാധ്യമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു സുവിശേഷത്തെ നമ്മൾ പ്രതിനിധാനം ചെയ്യുകയുള്ളൂ. കർത്താവിന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അദ്ദേഹം ഉയർത്തെഴുന്നേറ്റപ്പോൾ, ഇപ്പോൾ പെന്തിക്കോസ്തിയുടെ നാളിലാണ്, ഉയർത്തെഴുന്നേറ്റപ്പോൾ കർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് സമാധാനം. തുടർന്ന് പറഞ്ഞത് എന്താണ്? നിങ്ങൾ എന്റെ മുറിവിനെ കാണുക എന്ന്. തോമാസ് ലീഹ പറഞ്ഞതും അത് തന്നെയാണ്. ഞാൻ അവന്റെ മുറിവിനെ കാണാതെ വിശ്വസിക്കുകയില്ല എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം, നമ്മുടെ കുടുംബം, നമ്മുടെ സമുദായം അത് അനുഗ്രഹീതമാകേണ്ടത് നമ്മിലൂടെയാണ്. നമ്മൾ പലപ്പോഴും പിതാക്കന്മാരുടെ ഒക്കെ കൊട്ടേഷൻസ് പറയും, നമുക്ക് എന്ത് നൽകുവാൻ സാധിച്ചു. പലപ്പോഴും അച്ഛന്മാരെ കുറ്റപ്പെടുത്തുന്നവർ, അച്ഛന്മാരെ കുറ്റപ്പെടുത്തുന്നവർ, അല്ലെങ്കിൽ സമുദായ നേതാക്കന്മാരെ കുറ്റപ്പെടുത്തുന്നവർ അനേകരുണ്ടായിരിക്കും. കുറവുകളൊക്കെ പറ്റിയിട്ടുണ്ടാകും, തെറ്റുകളും വന്നിട്ടുണ്ടാകും. അഭിയുന്ന പിതാവ് പറഞ്ഞ പോലെ, ഞാൻ പിഴയാളി. അത് ചില സമയത്തെങ്കിലും നമ്മൾ ഓരോരുത്തരും ചെല്ലേണ്ട പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എന്തിനു വേണ്ടിയാണ്? എന്റെ സമുദായം,
ആ സമുദായത്തെ രക്ഷയിലേക്ക്, സുവിശേഷത്തിലൂടെ രക്ഷയിലേക്ക് നയിക്കുവാൻ ഈ ലോകമാകുന്ന സുവിശേഷീകരണത്തിന് സാധ്യതയുള്ള പാത്രമാക്കുവാൻ എന്നിലൂടെ സാധ്യമാകും. അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കൂടിവരവ് അനുഗ്രഹപ്രദമാകുകയുള്ളൂ. ഇന്ന് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.